നിങ്ങളൊരു ഫേം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഏത് ലീഗൽ എൻറ്റിറ്റിയിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക? ഇപ്പം നമ്മളൊരു ബിറ്റോഗ്രിഡ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്തത്, മറ്റേത് ചെയ്തുകൂടെ, പ്രൈവറ്റ് ലിമിറ്റഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ. അപ്പോൾ ഇത് ഇനീഷ്യൽ ഫേസിൽ എനിക്കൊരു കമ്പനി എന്നുള്ള ഡ്രീമിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറേ പേര് കൺസൾട്ട് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞത് ചെയ്യേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകളടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിറ്റ് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതിൻ്റെ റൂൾസുകളുണ്ട്, ഫോംസുകളുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻസ് പിന്നെ പെനാൽറ്റി വരും എന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രോപ്പറായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണല്ലോ, നല്ലൊരു സംഗതിയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവർ ലീഗൽ കാര്യങ്ങളും പിന്നെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണല്ലോ ഒരു ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിന് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു എൻറ്റിറ്റിയിൽ പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് വരാനല്ല പറയുന്നത്, പക്ഷേ അതിൽ കാണുന്ന കോംപ്ലിക്കേഷൻ നമ്മളെ പുഷ് ചെയ്യുകയാണ്, നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെ പ്രേരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ.